ശ്രീ വീരസ്ഥാനം വിരുട്ടാണം ഭഗവതി ക്ഷേത്രം തൃശൂർ ജില്ലയിലെ വരവൂർ പഞ്ചായത്തിന്റെയും പാലക്കാട് ജില്ലയിലെ തിരുമിറ്റക്കോട് പഞ്ചായത്തിന്റെയും അതിർത്തിയിലാണ് ഏറെ പുരാതനവും പ്രസിദ്ധവുമായ പ്രശാന്തസുന്ദരമായ വിരുട്ടാണം ഗ്രാമത്തിൽ ശ്രീ വീരസ്ഥാനം വിരുട്ടാണം ഭഗവതി ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത്. ഒരേ ശ്രീകോവിലിൽ ഒരേ പീഠത്തിൽ ദേവിയും വീരഭദ്രനും രണ്ട് പ്രതിഷ്ഠയുള്ള ദേവീക്ഷേത്രങ്ങളിൽ അപൂർവമാണ് ഈ ക്ഷേത്രം. ശ്രീ കൊടുങ്ങല്ലൂർ ഭഗവതി ക്ഷേത്രത്തിലെ കാരായ്മ ശാന്തി അവകാശമുള്ളവരും മേഴത്തൂർ അഗ്നിഹോത്രിയുമായി പുരാതന ബന്ധമുള്ളവരും കേരളത്തിലെ അപൂർവ ശക്തി ഉപാസക ഗോത്രത്തിൽപ്പെട്ടവരുമായ അടികൾമാരാണ് ക്ഷേത്രത്തിലെ ഊരാളന്മാരും ശാന്തിക്കാരും. അതീവ രഹസ്യവും തലമുറകളായി കൈമാറി വരുന്നതുമാണ് ഇവർക്ക് സിദ്ധിച്ചിട്ടുള്ള താന്ത്രിക പൂജാവിധികൾ. ഭക്തർ മനം നൊന്ത് വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന ശാന്തസ്വരൂപിണിയായാണ് ശ്രീ വീരസ്ഥാനം വിരുട്ടാണത്തമ്മ അറിയപ്പെടുന്നത്. മറ്റ് മിക്ക ദേവീക്ഷേത്രങ്ങളിലും കണ്ടുവരാത്ത വളരെയേറെ താന്ത്രിക ചടങ്ങുകൾ ഉള്ളതാണ് ഇവിടത്തെ മറ്റൊരു പ്രത്യേകത. ഭഗവതി ക്ഷേത്രങ്ങളിൽ അത്യപൂർവമായി കണ്ടുവരുന്ന ഉത്സവാഘോഷം ഇവിടത്തെ ഒരു പ്രത്യേകതയാണ്. സാധാരണ ഭഗവതി ക്ഷേത്രങ്ങളിൽ ഒരു ദിവസത്തിൽ ഒതുങ്ങുന്ന വേലയായോ പൂരമായോ ആണ് ആഘോഷിക്കാറുള്ളത്. ഇവിടെ 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവമാണ്. കുംഭമാസത്തിലെ കാർത്തിക നാളിൽ ഇവിടെ സമീപമുള്ള വരവൂർ ഭഗവതിയുടെ വേല കഴിഞ്ഞ് പിറ്റേന്നാൾ രോഹിണി നാളിൽ കൊടിയേറ്റവും അത്തം നാളുകൊണ്ട് ആറാട്ടും നടത്തിക്കൊണ്ടാണ് ഇവിടത്തെ ഉത്സവാഘോഷ ചടങ്ങുകൾ. അത്യപൂർവമായി വരുന്ന നാളുകളുടെ കയറ്റിറക്കത്തിൽ പാലക്കിൽ വേലയും ക്ഷേത്രത്തിലെ കൊടിയേറ്റവും ഒരേ ദിവസം നടന്നിട്ടുള്ളതായി പഴമക്കാർ പറയുന്ന കേട്ടറിവുണ്ട്. കുംഭമാസത്തിലെ 10 ദിവസത്തെ ഉത്സവവും അതിനോടനുബന്ധിച്ച വിശേഷാൽ താന്ത്രിക ചടങ്ങുകളും മുളയിടൽ, നവകം, പഞ്ചഗവ്യം, അഭിഷേകം, 2 നേരം കാഴ്ച ശീവേലിയും ശ്രീഭൂതബലി തുടങ്ങി കളമെഴുത്ത് പാട്ട്, ചാന്താട്ടം എന്നിങ്ങനെയാണ് ഇവിടത്തെ ചടങ്ങുകൾ. ക്ഷേത്രത്തിൽ ഉത്രം നാളിലെ ആഘോഷം, കളംപാട്ട്, ചാന്താട്ടം, പ്രതിഷ്ഠാദിനം, മകരച്ചൊവ്വ, വേലവരവ്, ആയില്യം നാളിൽ പാമ്പിൻകാവിലെ പൂജകളും നടക്കാറുണ്ട്. കളത്തിനോടനുബന്ധിച്ച് ഇരുമ്പുറ്റൂർ തിരുമിറ്റക്കോട് ദേശക്കാരുടെ വേലവരവോടെയാണ് 5ാം കളത്തിന് തുടക്കമാവുക. 6ാം കളം ദേശമംഗലം തലശ്ശേരി ദേശക്കാരുടെ വേലവരവും 7ാം കളം ചേലൂർ കോവിലകത്തിലെ വേലവരവും 8ാം കളം 8 ദേശക്കാരുടെ വരവുമാണ് ഉണ്ടാവുക. മറ്റൊരാഘോഷം ചാന്താട്ടമാണ്. വർഷത്തിലൊരിക്കൽ വീരഭദ്രസ്വാമിയെയും ഭഗവതിയെയും ദ്വാരപാലകരെയും വാദ്യാഘോഷങ്ങളോടെ പൂജിച്ച് ചാന്തിൽ ആറാടിക്കുന്നു. എല്ലാവിധ ഐശ്വര്യങ്ങൾക്കും അഭിവൃദ്ധിക്കുമാണ് ചാന്താട്ടം നടത്തുന്നത്. കൂടാതെ എല്ലാ വർഷവും മണ്ഡലം 41 ദിവസം, ഉത്സവത്തിന് 10 ദിവസവും കളമെഴുത്തുപാട്ടും ഉണ്ടാകും. എല്ലാ വർഷവും ഇടവമാസത്തിലെ ഉത്രം നാളിലാണ് പ്രതിഷ്ഠാദിനമായി ആഘോഷിക്കുന്നത്. ക്ഷേത്രത്തിൽ എല്ലാ ദിവസവും പ്രഭാതഭക്ഷണവും ഉത്രം നാളിൽ വായനയും ഉണ്ടാകും. 2024 വർഷത്തെ ഉത്സവവും പ്രൗഢഗംഭീരമായ ചടങ്ങുകളോടെയാണ് ക്ഷേത്രത്തിൽ നടന്നത്. ശുദ്ധികലശത്തോടെയാണ് 10 ദിവസം നീണ്ടു നിൽക്കുന്ന ഉത്സവാഘോഷങ്ങൾക്ക് തുടക്കമാകുന്നത്. ക്ഷേത്രത്തിലെ കൊടിയേറ്റമാണ് ഉത്സവത്തിന്റെ വരവറിയിക്കുന്നത്. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം വ്രതാനുഷ്ഠാനത്തോടെ പിലാക്കാട് ദേശക്കാർ കൊടിമരം കൊണ്ടുവരികയും ഇരിങ്കുറ്റൂർ ദേശത്തെ മൂത്താശാരി കൊടിമരം ചെത്തുകയും ചെയ്ത ശേഷം ഉത്സവത്തിന് കൊടിയേറ്റുന്നു. തുടർന്ന് കേളി, ഭജന, സമ്പൂർണ്ണ നെയ്വിളക്ക്, കളംപാട്ടിന് കൂറയിടൽ എന്നീ ചടങ്ങുകൾ നടന്നു. 2ാം ദിവസം കലാസാംസ്കാരിക പരിപാടികളുടെ ഉദ്ഘാടനം സിനിമാ താരം ലീല കുളപ്പുള്ളി നിർവഹിച്ചു. തുടർന്ന് തിരുവാതിരക്കളി, നാരായണീയ പാരായണം, നൃത്തസന്ധ്യ തുടങ്ങിയ വിവിധ കലാപരിപാടികൾ അരങ്ങേറി. തുടർ ദിവസങ്ങളിലെല്ലാം വിശേഷാൽ പൂജകൾ, കാഴ്ചശീവേലി, ഭഗവത്ഗീത പാരായണം, ചാക്യാർകൂത്ത്, തായമ്പക, കഥകളി, നാമജപം, ഭക്തിഗാനസുധ, നൃത്തനൃത്യങ്ങളും അരങ്ങേറി. 9-10 ദിവസങ്ങളിലായാണ് ഉത്സവത്തിലെ പ്രധാന ചടങ്ങുകളായ പള്ളിവേട്ടയും ആറാട്ടും നടക്കുന്നത്. പള്ളിവേട്ട ദിവസം കേളി, നാദസ്വരം, പഞ്ചവാദ്യം, മേളം എന്നിവയുടെ അകമ്പടിയോടെയാണ് പള്ളിവേട്ട ചടങ്ങ് നടന്നത്. തുടർന്ന് ആറാട്ട് ദിവസം രാവിലെ പള്ളിയുണർത്തൽ നടന്നു. വൈകിട്ട് ദീപാരാധനയ്ക്ക് ശേഷം വാദ്യാഘോഷങ്ങളുടെ അകമ്പടിയോടെ ഭഗവതി ആറാട്ടിനെഴുന്നള്ളി. ആറാട്ടുകടവിൽ പ്രത്യേക പൂജകളോടെ ചടങ്ങുകൾ പൂർത്തിയാക്കിയ ശേഷം തിരിച്ചെഴുന്നള്ളത്തും ഉണ്ടായി. പാണ്ടിയും പഞ്ചാരിമേളവും കൊട്ടിക്കയറി. ആറാട്ടിനുശേഷം ക്ഷേത്ര പ്രദക്ഷിണത്തോടെ കൂറ വലിച്ചതോടെ ഉത്സവ ചടങ്ങുകൾക്ക് കൊടിയിറങ്ങി.